പാപ്പിയേ ഏബോ എനിക്ക് വാ What? പള്ളി പോണ്ടേ? No, I thought we'd get 2 more hours of sleep. അത് കഴിഞ്ഞു. ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള തിക്കും തിരക്കാണ് ഈ കാണുന്നത്. എൻ്റെ തിക്കും തിരക്കും എടുക്കാൻ ആരും ഇല്ലാതെയായിപ്പോയി. ബാക്കി എല്ലാവരും ഞാൻ റെക്കോർഡ് ചെയ്തു. ജോനായി മാത്യു ഒക്കെ റെഡിയായി ഓൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളും സൺഡേ സ്കൂളും ഒക്കെ വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് സൺഡേയിൽ പള്ളിയിൽ പോയി കുർബാന കാണുക, അത് കഴിഞ്ഞ് നേരെ മമ്മിയുടെ വീട്ടിൽ പോയി ഊണ് കഴിക്കുക. അതാണിപ്പോൾ ഞങ്ങളുടെ റുട്ടീന്. സ്കൂളിലുള്ളപ്പം ഞങ്ങൾ 9 o'clock മാസിന് പോകും. അത് കഴിഞ്ഞ് സൺഡേ സ്കൂൾ, അത് കഴിഞ്ഞിട്ടാണ് മമ്മിയുടെ വീട്ടിൽ പോകാറ്. നിങ്ങളുടെ മക്കളൊന്നും ഇല്ലേ? ഇന്നിവിടെ പേരക്കുട്ടികളൊന്നും വന്നില്ലേ? സന്നാപ്പിയൊന്നും ചാവുക. മമ്മിയുടെ വീട്ടിൽ ഊണ് ഉണ്ടാക്കിയമ്മയുള്ളത് അപ്പം ചേമ്പ് കറി അല്ലേ, ചേമ്പ് തേങ്ങ അരച്ചത്, ചില്ലി ചിക്കൻ, പോർക്ക് ഉലത്തിയത്, പിന്നെ ഡക്ക് കറി, കോവയ്ക്ക തോരൻ, ചീരത്തോരൻ. മമ്മി വൈകി കൊണ്ടുവന്ന മീൻ വറുത്ത് കാണിച്ചു. ചൂടപ്പരല് ഒഴുകിയല്ല കൊഴുവ. സാധാരണ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആങ്ങളുടെ ഭാര്യയും പിള്ളേരും ഞങ്ങളും പപ്പായും മമ്മിയാണ് ഉണ്ടാകാറ്. ഇപ്പം സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് അവൾ വൈകിട്ടാണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെയും പള്ളിയിൽ പോയി. അങ്ങനെ ഞങ്ങൾ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരും. പിള്ളേരെല്ലാം ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും ഏറ്റവും കഴിഞ്ഞ് ഞാൻ പാത്രം കഴിയിട്ടേ വിടുള്ളൂ. ഇതാണ് എന്റെ അവസ്ഥ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുതൽ വേണ്ടേ, വിഭവസമൃദ്ധമായ ഊണ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചരയാൻ വേണ്ടിട്ട് പാത്രം എന്നെ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പാത്രം കഴുകണേ. അല്ല, ഞാൻ എന്റെ മമ്മീനെ എനിക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. എന്നും അത് എല്ലാ ആഴ്ചയിലും വന്ന് പാത്രമൊക്കെ കഴുകി. പിന്നെ ചിലപ്പോൾ നാത്തോരുണ്ടെങ്കിൽ അവള് കഴിയും കേട്ടോ. അവള് ചിലപ്പോൾ എന്നോട് ഇങ്ങനെ നല്ല സാരി ഒക്കെ ആണെങ്കിൽ എന്നോട് പറയും ഞാൻ കഴിക്കോളാം. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചെയ്യും. പക്ഷെ ഇന്നിപ്പോൾ അവളില്ല, അതിനോട് എനിക്ക് ആരും ഓഫർ ചെയ്യാനില്ല. മമ്മി ഏതോളാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും വലിയ വിഷമമുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് പാവം തോന്നി, നീ വിചാരിക്കണ പോലെ. ആയിനോ. പക്ഷെ എനിക്ക് മമ്മി അത് ചെയ്യണ്ട, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇത്ര വലിയ കാര്യമില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചു. ഡിഷ് വാഷർ യൂസ് ചെയ്തില്ല ഇവര്, അതുകൊണ്ടാണ്. ഇത് എന്റെ കളിപ്പാട്ടം ഇരിക്കുന്ന കണ്ടോ. മമ്മിയുടെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഷൂട്ടിംഗ് ടൈമാണ്. എൻ്റെ മക്കളാണ് മിക്കപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറ്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ. ചിലപ്പോൾ എൻ്റെ കസിൻ ജോലി മോളും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ പിള്ളേർ TV ടൈമും ഗെയിം ടൈമും ഒക്കെ ആയിട്ട് അങ്ങ് പോകും. ഞാനും ജിമ്മിയും ഒരു നാപ്പ് എടുക്കും. നാപ്പ് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഡിന്നറിനുള്ള പരിപാടികളൊക്കെ ആയി. അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു സിനിമ കാണും. ഇപ്രാവശ്യം കണ്ട സിനിമ ചോട്ടാ മുംബൈ ആണ്. Until we see next time, it's love from me to you. Thank you. Bye bye.